welcome back to the channel. So today we are going to discuss the third chapter of chemistry, reactivity series and electrochemistry. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൂടെ തുടങ്ങുന്നത് ദ റിയാക്ഷൻ ഓഫ് മെറ്റൽ അല്ലെ, നമ്മൾ മെറ്റൽസിന്റെ റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അത് പല പല മീഡിയത്തിൽ വെച്ച് പഠിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ വാട്ടർ പഠിക്കും, പിന്നെ എയർ പഠിക്കും, ആസിഡ് പഠിക്കും. ഇതെല്ലാം ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. അതായത് ഒരു മെറ്റൽ എങ്ങനെയാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഒരു കൺസെപ്റ്റിനെ ഞാൻ ഷോർട്ട് ആക്കിയിട്ടാണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. So in this chapter we are mainly discussing about the reaction of metals. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ ആണ് അല്ലെ. വാട്ടറുമായിട്ട് ഒരു മെറ്റൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നാണ്. അപ്പം ഈ ഒരു സെന്റൻസ് പഠിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഏതൊരു മെറ്റൽ തരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാൽഷ്യോ മാഗ്നീഷ്യോ അങ്ങനെ ഏതൊരു മെറ്റൽ തന്നാലും ഈ ഒരു രീതി വെച്ച് നമുക്ക് അതിന്റെ കെമിക്കൽ ഫോമിൽ എഴുതാനായിട്ട് സാധിക്കും. സോ റിയാക്റ്റീവ് മെറ്റൽ പ്ലസ് വാട്ടർ വിൽ ഗിവ്സ് യു മെറ്റൽ ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നും. ഓക്കെ, ഇപ്പൊ ഈ റിയാക്റ്റീവ് മെറ്റൽ ഇൻ കേസ് ഞാൻ പറയുകയാണ് ഇപ്പൊ ഒരു മാഗ്നീഷ്യം ആണെന്ന് വിചാരിക്കാം. കൺസിഡർ ചെയ്യാം കേട്ടോ, ഈ മെറ്റൽ മാഗ്നീഷ്യം ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ റിയാക്റ്റീവ് മെറ്റൽ മാഗ്നീഷ്യം ആണ്. ഇറ്റ് വിൽ റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം മെറ്റൽ ഹൈഡ്രോക്സൈഡ്. അതായത് ഏത് മെറ്റൽ ആണോ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അതിന്റെ ഹൈഡ്രോക്സൈഡ് ഫോം. ഇപ്പൊ ഏത് മെറ്റൽ എടുത്തിരിക്കുന്നത്? മാഗ്നീഷ്യം. അപ്പൊ അതിന്റെ ഹൈഡ്രോക്സൈഡ് ഫോം ഏതാ? MgOH ട്വൈസ് അല്ലേ, പ്ലസ് ഹൈഡ്രോജൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ്. ഈ കെമിക്കൽ ഫോർമുലാസ് ഒക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ നോട്ടിന്റെ ബാക്ക് സൈഡിൽ ഉള്ള കെമിക്കൽ ഫോർമുലയുടെ നെയിം എഴുതി വെക്കുക, അതിനോടൊപ്പം ഈ ഫോർമുല കൂടെ എഴുതി വെച്ച് കുറെ ഒക്കെ ആകുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. സോ നമ്മൾ എന്താ പറഞ്ഞത്? ഇൻ ദിസ് ചാപ്റ്റർ വി ആർ മെയിൻലി ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ഡിഫറെന്റ് മീഡിയം ലൈക്ക് എയർ, വാട്ടർ, ആസിഡ് എക്സെട്ര. സോ first of all, the reaction of metal with water, that means the reactive metal plus water. അതായത് റിയാക്റ്റീവ് മെറ്റൽ ഏത് മെറ്റലും ആവാം, മാഗ്നീഷ്യം, കാൽഷ്യം, അങ്ങനെ ഏതൊരു മെറ്റലും ആവാം. അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഫോം ദ മെറ്റൽ ഹൈഡ്രോക്സൈഡ് അല്ലെ. ഏത് മെറ്റലാണോ നമ്മൾ എടുക്കുന്നത് ആ മെറ്റലിന്റെ ഹൈഡ്രോക്സൈഡ് ഫോമിലേക്ക് അത് മാറും. ദെൻ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ്. സോ അപ്പൊ അങ്ങനെയാണ് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ ആവുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ അപ്പൊ നമുക്ക് ഇതിന്റെ കേസിൽ വേറൊരു മെറ്റൽ എടുക്കാം. ഇപ്പൊ ഇൻ കേസ് സോഡിയം ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റിയാക്റ്റീവ് മെറ്റൽ എടുക്കണമെന്നല്ലേ ഉള്ളൂ, ഏത് മെറ്റൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പൊ സോഡിയം ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സോഡിയം പ്ലസ് വാട്ടർ വിൽ ഗിവ്സ് യു മെറ്റൽ ഹൈഡ്രോക്സൈഡ് അല്ലേ. അപ്പൊ സോഡിയത്തിന്റെ ഹൈഡ്രോക്സൈഡ് ആരാ? സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് NaOH പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ്. അപ്പൊ ഈ ഒരു മെത്തേഡ് വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഏതൊരു മെറ്റൽ വന്നാലും അതിന്റെ കെമിക്കൽ ഫോർമുല അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. So, clear ആയല്ലോ? The reaction of metal with water, that means the reactive metal plus water will gives you metal hydroxide plus hydrogen. Then നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് എയർ ആണ്. അതായത് അതിനും ആ രീതിയിലുള്ള ഒരു ഫോമുല ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു റിയാക്റ്റീവ് മെറ്റൽ അത് ഓക്സിജനുമായിട്ട്, അതായത് എയറുമായിട്ട് റിയാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മെറ്റലിന്റെ ഓക്സൈഡ് ഫോം ഉണ്ടായി. നമ്മൾ പണ്ടുതൊട്ടേ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. ഏതെങ്കിലും ഇപ്പൊ മാഗ്നീഷ്യം എക്സാമ്പിൾ, മാഗ്നീഷ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? മാഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന മെറ്റൽ മാഗ്നീഷ്യം ആണെന്നുണ്ട്. ഇൻ കേസ് നമ്മൾ കാൽഷ്യം ആണ് എടുക്കുന്നതെന്നുണ്ടല്ലോ, കാൽഷ്യം പ്ലസ് ഓക്സിജൻ gives you 0. അപ്പൊ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നറിയാമല്ലോ. റിയാക്ടന്റ് സൈഡിലും ഇവിടെ പ്രൊഡക്റ്റ് സൈഡിലും നമ്പേഴ്സ് മാസിന്റെ നമ്പർ ബാലൻസ് ചെയ്ത് കൊടുക്കുക. സോ അപ്പൊ എന്താണ്? എയറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു മെറ്റല് എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെ, റിയാക്റ്റീവ് മെറ്റൽ പ്ലസ് ഓക്സിജൻ എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമ്മൾ എടുക്കുന്ന മെറ്റലിന്റെ ഓക്സൈഡ് ഫോം. മാഗ്നീഷ്യം ആണ് എടുക്കുന്നുണ്ടെങ്കിൽ മാഗ്നീഷ്യം ഓക്സൈഡ്, കാൽഷ്യം ആണ് എടുക്കുന്നുണ്ടെങ്കിൽ കാൽഷ്യം ഓക്സൈഡ്. എടുക്കുന്ന ഏത് മെറ്റലാണോ അതിന്റെ ഓക്സൈഡ് ഫോം ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ദെൻ റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ആസിഡ്. നമ്മൾ ആസിഡുമായിട്ട് ഏതെങ്കിലും മെറ്റലിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്? റിയാക്റ്റീവ് മെറ്റൽ പ്ലസ് ആസിഡ്. ഏതെങ്കിലും ഒരു മെറ്റൽ, ഇപ്പൊ ഇൻ കേസ് നമ്മൾ സോഡിയം ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോളാം. സോഡിയം ആസിഡ് ആയിട്ട് പല പല ആസിഡ് ഉണ്ടല്ലോ, കൺസിഡർ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl എന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ റിയാക്റ്റീവ് മെറ്റൽ പ്ലസ് ആസിഡ് വരുമ്പോൾ എന്ത് സംഭവിക്കും? മെറ്റൽ സോൾട്ട്. സോൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പാണോ? അല്ല, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ആസിഡും ഒരു ആൽക്കലിയും കൂടെ റിയാക്ട് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ പറയുന്ന പേരാണ് സോൾട്ട് അല്ലെ, മെറ്റാലിക് സോൾട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഐ തിങ്ക് 9th ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു തോന്നുന്നു. സോ അപ്പം സോഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിയാക്റ്റീവ് മെറ്റൽ ആണ്. ആസിഡ് ഇവിടെ ഏതാണ് എടുത്തിരിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏത് വേണേലും എടുക്കാം കേട്ടോ. അപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്ന സമയത്ത് മെറ്റാലിക് സോൾട്ട്, മെറ്റൽ ഏതാണ്? സോഡിയം. അതിന്റെ സോൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോറിൻ അല്ലെ. NaCl is a salt of
സോഡിയം. അപ്പൊ എന്താണ് ബാക്കിയുള്ള ആരും കൂടെ ലിബറേറ്റ് ആവിടെ? ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ലിബറേറ്റ്. അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് മെറ്റൽ തന്നാലും നമുക്ക് ഇതുപോലെ ഫിൽ ചെയ്ത് പോകാനായിട്ട് പറ്റും. സോ അപ്പൊ ഇത്ര നേരം നമ്മൾ എന്തുവാ ഡിസ്കസ് ചെയ്തത്? ദ റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ഡിഫറെന്റ് മീഡിയം ലൈക്ക് വാട്ടർ, എയർ ആൻഡ് ആസിഡ്. The reaction of metal with water means the reactive metal plus water. ഏതെങ്കിലും reactive metal വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ what will happen? The metal hydroxide and hydrogen gas is liberated. Then the reactive metal, if it react with the air, what will happen? What will form there? The metal oxide is formed there. Then the reactive metal will react with acid, the metallic salt and hydrogen gas is liberated. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അവർ തന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്പെരിമെന്റ് കാണാൻ പറ്റും. എക്സ്പെരിമെന്റിന്റെ ഒരു ബോക്സ് ആണ് ഞാനവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. അതായത് മെറ്റൽസ് അവർ ഇഷ്ടമുള്ളൊരു 3 മെറ്റൽസ് എടുക്കാം കേട്ടോ. നിങ്ങളുടെ ബുക്കിൽ തന്നിട്ടുള്ള ഈ 3 മെറ്റൽസ് ആണ് സോറായിട്ട്. സോ സോഡിയം, മാഗ്നീഷ്യം, കോപ്പർ ഇത് പറഞ്ഞ 3 മെറ്റൽസ് നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യാൻ? വാട്ടർ എടുക്കുക. ഒരു പാത്രത്തിൽ ഒരു ചൂടുവെള്ളം, ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സോഡിയം ചൂടുവെള്ളത്തിട്ടു, സോഡിയം തണുത്ത വെള്ളത്തിട്ടു, അതുപോലെ ഈ മാഗ്നീഷ്യം ചൂടുവെള്ളത്തിൽ തണുത്ത വെള്ളത്തിലിട്ടു, കോപ്പറും ചൂടുവെള്ളത്തിൽ തണുത്ത വെള്ളത്തിലിട്ടു. അപ്പൊ അവിടെ നടക്കുന്ന റിയാക്ഷന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ റിയാക്ഷന്റെ സ്പീഡ് അല്ലെ. ഇപ്പം സോഡിയം എന്ന് പറഞ്ഞാൽ തണുത്തോളായിട്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, വിഗ്രസ് ആയിട്ട്, അതായത് ഭയങ്കര സ്പീഡ്. നിങ്ങൾ യൂട്യൂബിൽ അങ്ങനെ എവിടെയെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് സോഡിയത്തിന്റെ റിയാക്ഷൻ കണ്ടിട്ട്. ഇങ്ങനെ ഓടിക്കിടന്ന് കത്തിക്കിടന്ന് ഇങ്ങനെ കിടന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 മെറ്റൽസ് എടുക്കുകയാണ് കേട്ടോ. അതെ, സോഡിയം, മാഗ്നീഷ്യം ആൻഡ് കോപ്പർ. ആൻഡ് വി ആർ ഗോയിങ് ടു റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ ആൻഡ് ഹോട്ട് വാട്ടർ. നമ്മളൊരു ബീക്കറിൽ കോൾഡ് വാട്ടർ എടുത്ത് വെച്ചിരിക്കുന്നു, ഹോട്ട് വാട്ടർ എടുത്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് ഈ പറഞ്ഞ 3 മെറ്റൽസ് ഏതൊക്കെയാ? സോഡിയം, മാഗ്നീഷ്യം, കോപ്പർ. ഇത് നമ്മൾ ഈ കോൾഡ് വാട്ടറിലിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിന്റെ റേറ്റ്, അതിന്റെ സ്പീഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം സോഡിയം എങ്ങനെയാണ്? കോൾഡ് വാട്ടറോട് നമ്മൾ ഇങ്ങനെ വിഗറസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കിടന്ന് കത്തിക്കിടന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്തു. അപ്പൊ ഭയങ്കര വിഗറസ് ആയിട്ട്, അത് കോൾഡ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഗറസ് ആയിട്ട് ഭയങ്കര ഇതായിട്ട് നിന്നാണ് റിയാക്ട് ചെയ്യും. But in the case of magnesium will react slowly with the cold water. Cold water ആയിട്ട് മാഗ്നീഷ്യം അത്ര സ്പീഡിലൊന്നും റിയാക്ട് ചെയ്യില്ല. റിയാക്ട് ചെയ്യുന്നുണ്ട്, അത് പയ്യെ മാഗ്നീഷ്യം ഉടനെ തന്നെ കിടന്നങ്ങ് പൊട്ടത്തില്ല. ഇങ്ങനെ പയ്യെ കുറച്ചു നേരം കിടന്നിട്ടായിരിക്കും അത് പിന്നെ റിയാക്ഷൻ അവിടെ നടക്കുന്നത്. അപ്പം magnesium react slowly with cold water, but it react very fast with hot water. പക്ഷെ എന്ന് വെച്ചാൽ മാഗ്നീഷ്യം ചൂടുവെള്ളത്തിലാണെങ്കിൽ ഇങ്ങനെ പടോന്നും പറഞ്ഞ് പെട്ടെന്ന് കിടന്നങ്ങ് റിയാക്ട് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോൾഡ് വാട്ടർ മാഗ്നീഷ്യം വിൽ റിയാക്ട് വിത്ത് സ്ലോലി. ക്ലിയർ ആയല്ലോ? കോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൾഡ് വാട്ടർ ഇട്ടപ്പോഴും അത് റിയാക്ട് ചെയ്യുന്നില്ല, ഹോട്ട് വാട്ടർ ഇട്ടപ്പോഴും റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? സോഡിയം, കോപ്പർ ആൻഡ് മാഗ്നീഷ്യം. വി ആർ ടേക്കിംഗ് 3 metals which undergo react with cold water and hot water. And what happened? The sodium vigorously react with the cold water and hot water. The magnesium slowly react with the cold water, fastly react with the hot water. Then the copper does not react with the cold water and hot water. അല്ലേ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ മെറ്റൽസും ഒരുപോലെ ആണോ റിയാക്ട് ചെയ്യുന്നത്? നോ അല്ലേ? നമ്മളിപ്പോ 3 മെറ്റൽസിന്റെ കേസ് എടുത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എല്ലാ മെറ്റൽസിന്റെയും റിയാക്ടിന്റെ ഇതൊരുപോലെയല്ല. റിയാക്ടിന്റെ എന്തൊരുപോലെയല്ല, അതിന്റെ റിയാക്ടിവിറ്റി, ആ ഒരു റേറ്റിന് നമ്മൾ പറയുന്നത്. ഇപ്പൊ റേറ്റ് ഡിഫറെന്റ് ആയില്ലേ അല്ലേ? ഒരു മെറ്റൽ എടുത്തപ്പോൾ വിഗറസ് ആയിട്ട് മറ്റേ സ്ലോ ആയിട്ട് മറ്റേ റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്? അതിന്റെ റിയാക്ടിവിറ്റി ഡിഫറെന്റ് ആണ്. ക്ലിയർ ആയല്ലോ? നമ്മുടെ ചാപ്റ്റർ എന്താണ്? റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി. അപ്പൊ എന്താണ് ഈ റിയാക്ടിവിറ്റി സീരീസ്? അപ്പൊ നമുക്കിപ്പോ നമ്മുടെ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ഒരു കൺക്ലൂഷനിലെത്തി. എന്താ നമ്മുടെ കൺക്ലൂഷൻ? അതായത് ഏതൊരു മെറ്റലും അതിന്റെ റിയാക്ടിവിറ്റി ഡിഫറെന്റ് ആണ്. അതായത് ഒരു മെറ്റലിന്റെയും റിയാക്ടിവിറ്റി മറ്റൊരു മെറ്റലിനോട് സെയിം അല്ല. സോ വാട്ട് ഈസ് റിയാക്ടിവിറ്റി സീരീസ്? Reactivity series is a series obtained by arranging the metals in the decreasing order of their reactivity. അതായത് നമ്മുടെ പോർഷനിലേക്ക് നമ്മൾ ഇനി കടക്കുകയാണ്. ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ 3 മെറ്റൽസിന്റെ കേസ് എടുത്തപ്പോഴും 3 രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലേ? ഒരുപാട് സാമ്യമില്ല. സോ അപ്പൊ എന്താണ്? ഓരോ മെറ്റലിന്റെയും റിയാക്ടിവിറ്റി, അത് റിയാക്ട് ചെയ്യുന്ന രീതി അല്ലെ, അതിന്റെ റേറ്റ്, അതിന്റെ ആ ഒരു സ്പീഡ് ഡിഫറെന്റ് ആണ്. അപ്പം എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ റിയാക്ടിവിറ്റി സീരീസ്? ഈ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ആണ്. അതിന്റെ ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂ ചെയ്യുന്ന സീരീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ സീരീസ് ഉദ്ദേശിക്കുന്നത്. ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു സീരീസ് ആണ്. ഒപ്റ്റെയിൻ ബൈ അറേഞ്ചിങ് ദ മെറ്റൽസ്. അവിടെ നമ്മൾ 2 പോയിന്റ് നോട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. ഒന്നാമത്തത് മെറ്റൽസിനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മെറ്റൽസിനെ ചുമ്മാ അങ്ങ് ആ ടേബിളിലൊക്കെ ഇട്ടിരിക്കുകയാണോ? നോ. എന്താണ്? ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ റിയാക്ടിവിറ്റി. ഡിക്രീസിംഗ് റിയാക്ടിവിറ്റിയിലാണ്. ക്ലിയർ ആയല്ലോ? എന്താണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ്? റിയാക്ടിവിറ്റി സീരീസ് സീരീസ് അല്ലെ? അതൊരു സീരീസ് ആണ്.
obtained by arranging the metals. ഈ റിയാക്ടിവിറ്റി സീരീസിനകത്ത് മെറ്റലിനെ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ, മെറ്റൽസ് മാത്രമേ ഉള്ളൂ. എന്താണ് ഇൻ ദ ഡിക്രീസ്, ചുമ്മാ മെറ്റൽസിന് ഇട്ട് വെച്ചിരിക്കുവാണോ? അല്ല, ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദിയർ റിയാക്ടിവിറ്റി. അതിന്റെ റിയാക്ടിവിറ്റി ഇങ്ങനെ കുറഞ്ഞു, അതായത് ഏറ്റവും മേളിൽ, ആ സീരീസിന്റെ ഏറ്റവും മേളിൽ കൂടിയ റിയാക്ടിവിറ്റി ഇങ്ങനെ താഴത്തോട്ട് വരുന്നതനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞു വരും. ആ ഒരു രീതിയിൽ മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സീരീസിൽ, ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ്, it is known as the reactivity series. So what is reactivity series? Reactivity series is a series obtained by arranging the metals in the decreasing order of their reactivity. ആ റിയാക്ടിവിറ്റി സീരീസ് ആണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, മാഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. അല്ലെ? അപ്പം ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഫുള്ള് കുളമായി പോകും. സോ അപ്പം എന്നെ തോന്നുന്നു നെറ്റിൽ ഇന്റർനെറ്റിലൊക്കെ ഒരുപാട് കോഴ്സ് ഉണ്ട് ഇത് പഠിക്കാനായിട്ട്. അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ചിട്ട് ഇത് ബൈ ഹാർട്ട് ചെയ്ത് ഓർഡർ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. സോ അപ്പൊ ഇതാണ് റിയാക്ടിവിറ്റി സീരീസ്. അപ്പൊ ഈ റിയാക്ടിവിറ്റി സീരീസ് ഞാൻ ആദ്യം പറഞ്ഞതിന് 2 കണ്ടീഷൻസ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ് കണ്ടീഷൻ? ഒന്നാമത്തത് അതിനകത്തുള്ള എല്ലാം മെറ്റൽസ് ആയിരിക്കണം. ഒന്ന് നോക്കിക്കേ, ഇതിനകത്തുള്ള എല്ലാ മെറ്റൽസ് ആണ്. നമുക്ക് നോക്കാം അല്ലെ. പൊട്ടാഷ്യം മെറ്റലാണോ? ആണ് അല്ലെ. സോഡിയം മെറ്റലാണ്, കാൽഷ്യം മെറ്റലാണ്, magnesium, aluminum, zinc, iron, nickel, tin, lead, hydrogen. Is hydrogen a metal? Never. Hydrogen a metal ആണോ? അല്ല. നമ്മൾ ചെറുതിലെ മുതലേ പഠിക്കുന്നതാണ് ഹൈഡ്രജൻ ഇസ് എ ഗ്യാസ്. Then why hydrogen is included in the reactivity series? നമ്മൾ എന്താ പറഞ്ഞേ? റിയാക്ടിവിറ്റി സീരീസിൽ മെറ്റൽസിനെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. അത് റിയാക്ടിവിറ്റി സീരീസിൽ ഡിക്രീസിങ് ഓർഡറിലാണ്. പക്ഷെ നോക്കിയേ, ഹൈഡ്രജനും ഈ റിയാക്ടിവിറ്റി സീരീസിൽ ഇൻക്ലൂഡഡ് അല്ലേ? പക്ഷെ ഹൈഡ്രജൻ മെറ്റൽ ആണോ? നോ. Then why hydrogen is included in the reactivity series? അതായത് ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ് ഹൈഡ്രജൻ വിൽ ആക്ട് ലൈക്ക് എ ബൗണ്ടറി ലൈൻ. എന്താ ഈ ബൗണ്ടറി ലൈൻ എന്ന് പറഞ്ഞാല്? നമ്മുടെ നാച്ചുറൽ കേസ് തന്നെ എടുക്കുക. എന്താ ശരിക്കും പറഞ്ഞ ഈ ബൗണ്ടറി? ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഏതെങ്കിലും 2 സ്റ്റേറ്റ് അല്ലെങ്കിൽ 2 നേഷൻസ് തമ്മിൽ ഒരു ബൗണ്ടറി ആണ് അല്ലെ. ആ ബൗണ്ടറിയുടെ മീനിങ് എന്ത്? ഇപ്പൊ നമ്മള് 2 വീടിന്റെ അടുക്ക് മതിൽ കിട്ടുന്ന പോലെ അതിന്റെ അർത്ഥം എന്താ? ആ മതിലിന്റെ അപ്പുറത്തോട്ട് വേറെ വീട്, ആ മതിലിന്റെ ഇപ്പുറത്തോട്ട് വേറെ വീട് അല്ലെ. അതാണ് ബൗണ്ടറി എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ ബൗണ്ടറി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്? അപ്പൊ നമ്മുടെ ഈ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജൻ ഒരു ബൗണ്ടറി പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാരണം എന്തായിരിക്കും? അതായത് ഇപ്പൊ നമ്മുടെ മതിലിന്റെ കേസ് തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ഈ മതിലിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വേറെ വീട്, റൈറ്റ് സൈഡിലോട്ട് വേറെ വീട്. അപ്പം ഹൈഡ്രജനും ഒരു ബൗണ്ടറി ലൈനായിട്ട് ആക്ട് ചെയ്യും. അതായത് ഹൈഡ്രജന്റെ മേളിലോട്ട് അല്ലെ, ഹൈഡ്രജന്റെ മേളിലോട്ട് കുറെ എലമെന്റ് ഉണ്ട്, കുറെ മെറ്റൽസ് ഉണ്ട്. ഹൈഡ്രജന്റെ താഴത്തോട്ട് കുറച്ച് മെറ്റൽസ് ഉണ്ട്. സോ അപ്പൊ ഇവര് തമ്മിൽ ഒരു ഡിഫറൻസ് കാണും. അതുകൊണ്ടല്ലേ ഹൈഡ്രജൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം അപ്പുറത്തൊരു വീട് ഇപ്പുറത്തൊരു വീടും തമ്മിലൊരു ഡിഫറൻസ് ഇല്ലേ? ആ ഡിഫറൻസിന് വേണ്ടിയിട്ടല്ലേ നമ്മളൊരു മതിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ ഹൈഡ്രജന്റെ മേളിലോട്ടുള്ള എലമെന്റിനും ഹൈഡ്രജന്റെ താഴത്തോട്ടുള്ള എലമെന്റും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ ഇതിനെ അടുത്ത് നോക്കാൻ പോകുന്നത്. അതായത് ദ മെറ്റൽസ് വിച്ച് ആർ പ്ലേസ്ഡ് എബവ് ദ ഹൈഡ്രജൻ അല്ലെ, ഹൈഡ്രജന്റെ മേളിലുള്ള മെറ്റൽസിന്റെ പ്രത്യേകത എന്താണ്? ദേ വിൽ റിയാക്ട് വിത്ത് ദ ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ലിബറേറ്റ് ഹൈഡ്രജൻ. അതായത് നമ്മൾ ചെറുതിലെ പോലെ 8th 9th ഒക്കെ തൊട്ട് പഠിക്കുന്നതാണ് എന്താണ് റിയാക്റ്റീവ് മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. എന്തിന്? നമ്മൾ ഇവിടെ തന്നെ പഠിച്ചില്ലേ, റിയാക്റ്റീവ് മെറ്റൽ ആസിഡായിട്ട് റിയാക്റ്റീവ് മെറ്റൽ സോൾട്ട് ഉണ്ടാവും, ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ആവും അല്ലെ. ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ആവും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. അപ്പോ പക്ഷെ എല്ലാ മെറ്റലും ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യുമോ? എല്ലാ മെറ്റലും ഇതാകത്തില്ല. അതിനാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഇവിടെ എടുത്ത് പറയുന്നത് റിയാക്റ്റീവ് മെറ്റൽ. നമ്മൾ ചുമ്മാ മെറ്റൽ പ്ലസ് ആസിഡ് എന്നാണ് എഴുതിയത്? അല്ല, റിയാക്റ്റീവ് മെറ്റൽ പ്ലസ് ആസിഡ് ആണ് മെറ്റൽ സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതായത് ആ മെറ്റൽ നല്ലതുപോലെ റിയാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ. റിയാക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തുവാ? ഈ റിയാക്ടിവിറ്റി സീരീസിന് മേളിലോട്ടുള്ളതല്ലേ റിയാക്റ്റീവ്. കാരണം താഴത്തോട്ട് വരുന്നതനുസരിച്ച് റിയാക്ടിവിറ്റി കുറഞ്ഞു വരുക അല്ലെ. റിയാക്ടിവിറ്റി സീരീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആണ്. താഴത്തോട്ട് വരുന്നതനുസരിച്ച് റിയാക്ടിവിറ്റി കുറഞ്ഞു വരിക. അപ്പൊ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ള എവിടെയായിരിക്കും? മേളിലായിരിക്കും. അതായത് ഹൈഡ്രജന്റെ മേൽപോട്ടുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈഡ്രജൻ വിൽ ആക്ട് ലൈക്ക് എ ബൗണ്ടറി ലൈൻ ആൻഡ് ദ മെറ്റൽസ് വിച്ച് ആർ പ്ലേസ്ഡ് എബവ് ദ ഹൈഡ്രജൻ വിൽ റിയാക്ട് വിത്ത് ദ ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ലിബറേറ്റ് ഹൈഡ്രജൻ. അതായത് ഈ മെറ്റൽസ്, അതായത് പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, മാഗ്നീഷ്യം തൊട്ട് ലെഡ് വരെ, അതായത് ഹൈഡ്രജന് മുമ്പ് ഉള്ള വരെ മെറ്റൽസ് എന്ത് ചെയ്യും? They will react with hydrochloric acid and they will liberate the gas called hydrogen. എന്നിട്ട് ഹൈഡ്രജൻ ഗ്യാസിനാണ് ലിബറേറ്റ് ചെയ്യും. But the metals which are placed below the hydrogen does not react with the hydrochloric acid and does not liberate the
ഹൈഡ്രജൻ ഗ്യാസ്. അപ്പം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൽ ഒരു ബൗണ്ടറി ലൈൻ പോലെ, ബൗണ്ടറി ലൈൻ എന്തിനെങ്കിലും സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. എന്തിനെയാണ് അവർ സെപ്പറേറ്റ് ചെയ്യുന്നത്? അതായത് the metals which are placed above the hydrogen will react with the hydrochloric acid to liberate hydrogen. അതായത് ഹൈഡ്രജന്റെ മേലിലുള്ള മെറ്റൽസ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ മേലോട്ട് അങ്ങ് പറഞ്ഞു പോകും. But the metals which are placed below the hydrogen like copper, silver, gold does not react with hydrochloric acid and does not liberate the hydrogen gas. അപ്പോൾ ഇവര് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യത്തുമില്ല, ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യത്തുമില്ല. ആരാ? The metal which are placed below the hydrogen like copper, silver, gold. അപ്പം ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ തറവായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പം നിങ്ങളുടെ ഇന്നത്തെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ റിയാക്ടിവിറ്റി സീരീസിന്റെ ഓർഡർ പക്കായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തേ? So in this class we are discussed the third chapter of chemistry, the reactivity series and electrochemistry. Then first we have discussed the reaction of metal with a different medium like water, air, acid, etc. What is the reaction of metal with water? The reactive metal plus water will give you metal hydroxide plus hydrogen gas is liberated over. Then the reaction of metal with air, that means the reactive metal plus air will give you metal oxide. And reaction of metal with acid, reactive metal plus acid will give you metal salt plus hydrogen. And then we have conducted an experiment by using sodium, magnesium and copper. Then these three metals are placed in the cold water and the hot water. The rate of the chemical reaction are noted here. Then the sodium will vigorously react with the cold water and the hot water. The magnesium will slowly react with the cold water and fastly react with the hot water. Then copper does not react with the cold water and the hot water too. So in this experiment we have got an idea that every metal does not react in the same reactivity. So there is some difference in their reactivity. Then what is reactivity series? Reactivity series is a series obtained by arranging the metals in the decreasing order of their reactivity. Reactivity series is given here like the potassium, sodium, calcium, magnesium, aluminum, zinc, iron, nickel, tin, lead, hydrogen, copper, silver, gold. Okay. ഈ ഓർഡർ പക്കാട് അറിഞ്ഞിട്ട് ഏതെങ്കിലും കോഴ്സ് ഒക്കെ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. ഏതെങ്കിലും കൺവീനിയന്റ് ആയിട്ടുള്ള കോഡ് വെച്ച് ആ ഒരു ഓർഡർ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. Then we already said that the reactivity series is a series obtained by arranging the metals in the decreasing order of the reactivity. So in the case of hydrogen, hydrogen is not a metal, it is a gas. Then why hydrogen is included in the reactivity series? In the reactivity series, the hydrogen will act like a boundary line. That means the metal which are placed above hydrogen will react with the hydrochloric acid to liberate hydrogen gas, and the metal which are placed below hydrogen like copper, silver, gold does not react with the hydrochloric acid to liberate hydrogen. So അപ്പോൾ ഈ ഒരു ടോപ്പിക് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. കാരണം ഇനി കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എന്താണ് റിയാക്ടിവിറ്റി സീരീസ് തറവായിട്ട് പഠിച്ചു വെക്കാം. സോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.